പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 28, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളത് അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിശ്വാസം. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അത് പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് ഏത് മേഖലയിലുണ്ടോ അവിടെ നമ്മുടെ ആത്മവിശ്വാസം വളരെ ഹൈ ലെവലിലായിരിക്കുള്ളൂ. ഒരുപക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഡെയിലി പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വല്ലപ്പോഴും ആണ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നമുക്കൊരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടത് സമയമാണ്. നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ച ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരാൻ പോകുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഈ വരുന്ന 2024 ഡിസംബറിൽ ഇതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് നൽകിയിട്ടുള്ള അനുമതിയാണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചിട്ടുള്ള തുറമുഖം. ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു തുറമുഖമാണ് കൊളംബോ തുറമുഖം. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം ഇന്റർനാഷണൽ റൂട്ടിനടുത്തായിട്ടുള്ള കൊളംബോ തുറമുഖമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ. എന്നാൽ വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞാൽ, അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതായിരിക്കുള്ളൂ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ. 2015 അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്ന പേരിൽ അദാനി വിഴിഞ്ഞം പോർട്ട് ആരംഭിച്ചിട്ടുള്ളത്. 2015 ഡിസംബറിൽ, ഈ വരാൻ പോകുന്ന 2024 ഡിസംബറിൽ ഇതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിന്റെ പേര് ഇവാൻ വുക്കോമനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ആയിരുന്നു ഇവാൻ വുക്കോമനോവിച്ച്. സെർബിയൻ താരമായിട്ടുള്ള ഇവാൻ ഇദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. 2021-22 സീസണിലെ കോച്ച് ആയി വന്ന അദ്ദേഹം കേരളത്തിന് വേണ്ടി ISL പ്ലേ ഓഫിലേക്ക് 3 പ്രാവശ്യം യോഗ്യത നേടിക്കൊടുത്തു. ഒപ്പം തന്നെ റണ്ണേഴ്സ് അപ്പ് എന്ന പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആയിരുന്നു സെർബിയൻ താരമായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച്. 2024 ICC വനിതാ T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ അംബാസിഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? സന മീർ. മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള സന മീറിനെ ICC വനിതാ T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ 2024 അംബാസിഡറായിട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാന് വേണ്ടി 226 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരമാണ് സന മീർ. ഈ വരാൻ പോകുന്ന 2024 ICC വനിതാ T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് സന മീറിയെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നിയമിച്ചിട്ടുള്ളത്. 10 ടീംസ് പങ്കെടുക്കുന്ന ഈ മത്സരത്തിന്റെ ഫൈനൽ മത്സരം ബംഗ്ലാദേശിൽ ആയിരിക്കുള്ളൂ. 2024 മെൻസിന്റെ T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസ് USA ഈ വരുന്ന ജൂൺ 1 മുതൽ ജൂൺ 29 വരെ. ഇന്ത്യയിലെ യുവരാജ് സിംഗ് T20 മത്സരത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ 4ാമത്തെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് HDFC ബാങ്ക് ആണ്. 11.5 ലക്ഷം കോടി രൂപയുടെ ഷെയർ വാല്യൂ ആണ് HDFC ബാങ്കിനുള്ളത്. തൊട്ടുപുറകെ നിൽക്കുന്ന ബാങ്ക് ആണ് ICC ബാങ്ക്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നാഷണലൈസ്ഡ് ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 6.99 ലക്ഷം കോടി രൂപയുടെ സ്റ്റോക്ക് വാല്യൂ. 4ാം സ്ഥാനത്ത് കോട്ടക് മഹീന്ദ്ര ആയിരുന്നു. എന്നാൽ കോട്ടക് മഹീന്ദ്രയെ മറികടന്നുകൊണ്ടാണ് ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഏപ്രിൽ 25, അതായത് ഈ 2 ദിവസം മുമ്പ് ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ 4ാമത്തെ ബാങ്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. കോട്ടക് മഹീന്ദ്രയുടെ ഓഹരികൾ 10% ഇടിഞ്ഞതിനെ തുടർന്നാണ് ആക്സിസ് ബാങ്ക് ഇപ്പോൾ 4ാമത്തെ ബാങ്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് HDFC, 2ാമത്തേത് ICC, 3ാമത്തേത് SBI, 4ാമത്തേത് ഇപ്പോൾ ആക്സിസ്, 5ാമത്തേത് കോട്ടക് മഹീന്ദ്ര. ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ
ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്? പാകിസ്ഥാൻ. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ചൈനയും പാകിസ്ഥാനും നല്ലൊരു ബന്ധമാണുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള മിലിറ്ററി എഗ്രിമെന്റിലാണ് ചൈന പാകിസ്ഥാന് 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനി കപ്പലുകൾ നൽകാമെന്നുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 27-ാം തീയതി ചൈന പാകിസ്ഥാന് ആദ്യത്തെ ഹാങ്കൂർ ക്ലാസ് സബ്മറൈൻ അത് ലോഞ്ച് ചെയ്തു. ചൈനയിൽ വെച്ച് നടന്നിട്ടുള്ള ഈ ഒരു ലോഞ്ച് സെറിമണിയിൽ പാകിസ്ഥാന്റെ നേവി ചീഫ് അഡ്മിറൽ നവീദ് അഷ്റഫ് പങ്കെടുത്തിരുന്നു. പാകിസ്ഥാന്റെ നേവി ചീഫ് ആണ് അഡ്മിറൽ നവീദ് അഷ്റഫ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നേവൽ ചീഫ് ആണ് അഡ്മിറൽ ആർ ഹരികുമാർ. ഇനി വരാൻ പോകുന്ന ഇന്ത്യയുടെ നേവൽ ചീഫ് ആണ് ദിനേശ് ത്രിപാഠി. ഇന്നലെ ഏപ്രിൽ 27, ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 18-ാം ലോകസഭയിലെ 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലാണ്? ഇതിന്റെ ഉത്തരം 7 ഘട്ടങ്ങൾ. 7 ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ജനറൽ ഇലക്ഷൻ. ഇതിൽ ഒന്നാമത്തെ ഘട്ടം ആയിരുന്നു ഏപ്രിൽ 19-ാം തീയതി, രണ്ടാമത്തേത് ഏപ്രിൽ 26-ാം തീയതി ആയിരുന്നു. അടുത്തത് മെയ് 7, പിന്നീട് മെയ് 13, മെയ് 20, മെയ് 25, അവസാനത്തേത് ജൂൺ 1-ാം തീയതിയാണ്. 7-ാമത്തെ ഘട്ടം ജൂൺ 4-ാം തീയതിയാണ് 18-ാമത്തെ ലോക്സഭയിലേക്കുള്ള ഫലപ്രഖ്യാപനം. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ച ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിന്റെ പേര് ഇവാൻ ബുക്കോമാനോവിച്ച്. 2024 ICC വനിതാ T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ അംബാസിഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? സന മീർ. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ 4ാമത്തെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്? പാകിസ്ഥാൻ. ഇന്ന് ഏപ്രിൽ 28, ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, നൈനിറ്റാൾ ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് വെർ എ മാസീവ് ഫോറസ്റ്റ് ഫയർ വാസ് റിപ്പോർട്ടഡ് ഓൺ 26 April 2024? 2024 ഏപ്രിൽ 26-ന് വൻ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത നൈനിറ്റാൾ ഏത് സംസ്ഥാനത്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.